ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ മോശ എന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു മോശ. എന്തെന്ന് വെച്ചാൽ ഒരു മിശ്രൈമേനെ ഒറ്റയടിക്ക് കൊന്ന് മണലിൽ പൂഴ്ത്തിക്കളഞ്ഞു. ആ വിവരം ഫറവോൻ അറിയുമെന്ന് ഭയന്നിട്ട് മറ്റൊരു ദേശത്തേക്ക് അദ്ദേഹം ഓടിപ്പോയി. അവിടെ ചില വർഷങ്ങൾ പാർത്തതിനു ശേഷം ഓരേബ് പർവ്വതത്തിലേക്ക് ആടിനെ തെളിയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടുന്ന് കത്തുന്ന മുൾപ്പടപ്പിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നു. അത് കേട്ട ഉടനെ മോശ പരിഭ്രാന്തനായി മാറി. എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം യഹോവയായ ദൈവത്തോട് പറഞ്ഞു. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശ പറഞ്ഞു, ഒരു വടിയാണ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ആ വടി നിലത്തിടുക. മോശ യഹോവയായ ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ നിലത്തിട്ട നിമിഷം തന്നെ ആ വടി ഒരു അത്ഭുതമായി മാറുന്നത് അദ്ദേഹം കണ്ടു. അന്ന് മുതൽ ആ വടി ഒരു അത്ഭുതമായി മാറുകയാണ്. ആ വടി കൊണ്ട് അവൻ മിശ്രൈമെ ദേശത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ചെങ്കടൽ പിളർക്കുവാനിടയായി തീർന്നു. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ വേണ്ടി ആ വടി കൊണ്ട് ആ പാറയെ പിളർക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന സന്ദേശത്തിനകത്ത് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് ഒറ്റ കാര്യമാണ്. നിങ്ങൾക്ക് ബലമില്ല എന്ന് പറയുന്ന നിങ്ങളെ ബലഹീനതയായിക്കോട്ടെ, ആ ബലഹീനത ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ഇന്ന് ഈ നിമിഷം മുതൽ അതൊരു അത്ഭുതമായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോശയുടെ മേൽ വ്യാപരിച്ച യഹോവയുടെ ശക്തിയാണ് അവൻ്റെ വടിയിലും അത് വ്യാപരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ബലഹീനത എന്തുമായിക്കോട്ടെ, അത് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണുവാൻ കഴിയും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന അത് ദൈവത്തിന് അത്ഭുതമാക്കി തീർക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതൊരു അത്ഭുതമാക്കി തീർക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ അതൊരു അത്ഭുതമായി മാറ്റുവാൻ ദൈവശക്തിക്ക് കഴിയും. ഇന്ന് ഈ നിമിഷം നിങ്ങളെ ആ വിധത്തിലൊരു അപ്പോയിൻമെൻറ്റ് ദൈവം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന എന്തു ബലഹീനതകളായാലും അത് ദൈവത്തിൻ്റെ കൈകൾ സമർപ്പിച്ചാൽ നാളെ അത് ബലമായി മാറും. മാത്രമല്ല അത് ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ഏത് ഉപകരണത്തെയും നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടിടയായി തരും. ഹല്ലേലൂയ! ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഒരു വിലയുമില്ലാതിരുന്ന അപ്പോസ്തലന്മാരുടെ നിഴലിന് പോലും വിലയുണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ ശക്തിക്ക് നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കുമ്പോൾ അത് നിങ്ങളെ വിലപ്പെട്ടതാക്കി മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. പ്രതികൂലത്തിൻ്റെ മധ്യേ അനേകായിരങ്ങൾ തീച്ചൂളയിലേക്ക്, നരകത്തിൻ്റെ തീച്ചൂളയിലേക്ക് പതിക്കുമ്പോൾ അവരെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ഈ നിമിഷം വ്യാപരിക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ബലഹീനതകളെ മാറ്റി ബലമാക്കി മാറ്റണമേ. അവളുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണമേ. അവരുടെ ടാലൻറ്റുകളെ വർദ്ധിപ്പിക്കണമേ. അനേകായിരങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അഭിഷേകം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.